ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ വിഷമം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി. ഓക്കെ, ആരാണെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നം കാരണം നിങ്ങൾ വിഷമിക്കുന്നത് അവര് തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ വിഷമം തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ? നൈറ്റ് ഓഫ് സോർട്സ് റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട്. 3 ഓഫ് കപ്സ് റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട്. 4 ഓഫ് വൺസ് റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട്. Seven of Pentacles, Strength card reversed ആണ്. 10 of Pentacles, King of Cups, Ten of Wands. Okay, bottom of the deck വന്നിട്ടുള്ളത് 8 of Pentacles ആണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു, നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതായത് ചിലരെങ്കിലും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളിപ്പം വിചാരിച്ചിരിക്കുന്ന ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുള്ളത് ഒരു ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ഒരു ബന്ധം മാരേജ് ലൈഫിലേക്ക് പോകണം, അവരുടെ കൂടെ ഉള്ള ഒരു ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മാരേജിലേക്ക് ഉടനെ തന്നെ പോകണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ഉള്ളവര് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നിങ്ങൾ രണ്ട് വഴിക്കായി പോയിട്ടുണ്ടാവുക. നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അതിന്റെ റീസൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തന്നെ വേറൊരു വ്യക്തിയുടെ കൂടെ, നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ട് വേറൊരു വ്യക്തിയുടെ കൂടെ പോയിട്ടുണ്ടാകാം. കറന്റ്ലി നിങ്ങൾക്ക് അതിന്റെ നല്ല സങ്കടം ഉണ്ടാവും. അതായത് അത് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിഷമായിരിക്കും. കാര്യം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, 7 ഓഫ് പെന്റക്കിൾ വന്നുകൊണ്ട് പറയാണ്, ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരുടെ എനർജിയാണ് പറയുന്നത്. അതായത് റിലേഷൻഷിപ്പിൽ ഉള്ളതാണെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആരാണോ, നിങ്ങളെ ഇപ്പം സങ്കടപ്പെടുത്തുന്ന ആ ഒരു ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണോ അവർക്ക് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ എന്താ പറയാ, വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ വേറൊരാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, എന്നിട്ടും അവർ വേറൊരു വ്യക്തി വന്നപ്പോൾ നിങ്ങളിങ്ങോട്ട് ബെറ്ററാ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മാറ്റി നിർത്തി പോയിട്ടുണ്ടാകാം. ഇത് ഫ്രണ്ട്ഷിപ്പ് കേസിലായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കേസിലായിരിക്കാം. എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, പക്ഷെ ഈ പേഴ്സൺ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ, അതായത് അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള ഈ ഒരു ചതിയില് നിങ്ങൾ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഈ വിചാരിച്ചിരിക്കുന്ന ഈ പേഴ്സണ് നല്ല രീതിക്ക് അറിയാം. ഓക്കെ, നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ശക്തിയില്ല, ഒന്നും അക്സെപ്റ്റ് ചെയ്യാനുള്ള ശക്തിയില്ല, അല്ലെങ്കിൽ ആരെയും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു പേഴ്സൺ ചെയ്ത കാര്യം കൊണ്ട് നിങ്ങൾ വേറെ ആരെയും വിശ്വസിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഈ പേഴ്സൺ അറിയാം. ആ പേഴ്സൺ അത് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഇപ്പം നിങ്ങളൊരു എന്താ പറയുക, നിങ്ങളിപ്പോൾ ഒരു ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാകാം. അതായത് നിങ്ങൾ ഈ പേഴ്സണ് വേണ്ടിയിട്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടിയിട്ട് വേറെ ആരുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ മേടിച്ചിട്ട് കൊടുത്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ടാകാം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ. ചിലപ്പോൾ സിംഗിൾസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പറയാൻ വേണ്ടിയിട്ട്, അതായത് ഒരു വൺ സൈഡ് ലവ് ആയിട്ട് വെച്ചിട്ടുണ്ടാകാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ലേ എന്ന് കരുതിയിട്ട് നിങ്ങൾ ആ ഒരു തെറ്റിദ്ധാരണയിൽ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടും ആ പേഴ്സൺ വേറൊരു വ്യക്തിയുടെ കൂടെ പോയിട്ടുണ്ടാകും. ഇനിയിപ്പോ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് കേസിലും ഇത് തന്നെയാണ് പറയുന്നത്.
ഓക്കെ. എന്നിട്ട് നിങ്ങൾ എന്താ പറയാ, അതിന് മുൻപ് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. ഇത് അവർക്ക് നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളടുത്ത് ഒരാൾ ചെയ്തപ്പം നിങ്ങൾക്ക് വേറെ ആര് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോഴും നിങ്ങൾക്കൊരു സംശയമാണ്, ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ? ഓക്കെ, ഇതിപ്പോ നിങ്ങൾ കാണുന്നത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും, നിങ്ങൾ ആര് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന ഒരു ഫ്രണ്ട് കടന്നു വരികയാണെങ്കിലും ആര് വരുമ്പോഴും നിങ്ങൾക്കൊരു സംശയമാണ്, ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇവരും ചതിക്കുവോ, അങ്ങനെയുള്ളൊരു എന്താ പറയാ മനസ്സായിരിക്കാം ഇപ്പൊ നിങ്ങളുള്ളത്, കറന്റ്ലി നിങ്ങൾക്കുള്ളത്. അത് ഈ പേഴ്സൺ അറിയാം, അവര് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോട്ടൊക്കെ പേഴ്സൺ ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ തേർഡ് പാർട്ടിയുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നതാണ് ഇപ്പൊ ആ പേഴ്സൺ ഇഷ്ടം. അവര് മനസ്സിലാലോചിക്കുമ്പം നിങ്ങളെ ചതിച്ചിട്ടാണ് പോയത്, അല്ലെങ്കിൽ അവര് ചെയ്തിട്ടുള്ള ചതി കാരണം നിങ്ങൾക്ക് വിഷമമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല അവരുടെ അടുത്ത്. നിങ്ങൾ ഇങ്ങനെ ചിലപ്പം ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വേറൊരു ഫ്രണ്ടിന്റെ അടുത്ത് പോകുമ്പോൾ ഓപ്പൺ ആയിട്ട് പറയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവില്ല. അതായത് നീ ഇങ്ങനെ പോയത് എനിക്ക് വിഷമായി, അങ്ങനെയുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞിടണം. പക്ഷെ നിങ്ങൾ എന്താ പറയാ, അവർ ഒരു ദിവസം അത് മനസ്സിലാക്കും, അല്ലെങ്കിൽ അവർ അത് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും, സോറി പറയും എന്നുള്ള ഒരു തോട്ട് നിങ്ങൾക്കുണ്ട്. അഫ്കോഴ്സ് അതെന്തായാലും നടക്കും. കാര്യം ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ഇവർ പോകുമ്പോൾ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി ആരാണെങ്കിലും, അവരുടെ ഫ്രണ്ട് ആയിക്കോട്ടെ, അവരുടെ ഫാമിലിയിലേക്ക് പോയതായിക്കോട്ടെ, എന്താണെങ്കിലും അവർ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ഇപ്പൊ വളരെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അത് കുറച്ച് കഴിയുമ്പോഴേ അവർക്ക് അതൊരു തിരിച്ചടിയായിട്ട് മാത്രം വരത്തുള്ളൂ. അതുവരെ അവർ ഹാപ്പി ആയിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇപ്പൊ അവർക്ക് ചെറിയ റിയലൈസേഷൻ ഉണ്ട്, നിങ്ങൾ വിഷമിക്കുന്നുണ്ട്, നിങ്ങൾക്കിത് ഹേർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങളടുത്ത് പക്ഷെ ഇവര് മനസ്സുകൊണ്ട് ഒരിക്കലും നിങ്ങളടുത്ത് വന്നിട്ട് സോറി പറയാനോ അല്ലെങ്കിൽ ഇപ്പം പഴയതുപോലെ നിങ്ങളടുത്തോട്ട് വരാൻ വേണ്ടിയിട്ടൊന്നും നിങ്ങൾ ഈ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള വ്യക്തി ഒരിക്കലും കരുതുന്നില്ല. അവര് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് അങ്ങോട്ട് അത് വിട്ടുകളയാണ്. ചെറിയൊരു തോതിൽ മാത്രം നിങ്ങളടുത്തോട്ട് ഒരു ചെറിയ എന്താ പറയാ, ഞാൻ വേദനിപ്പിച്ചു പോയി എന്നുള്ളൊരു ചിന്ത മാത്രമേ അവർക്ക് വരുന്നുള്ളൂ. അല്ലാതെ എന്താ പറയാ, ഞാൻ ചെയ്തത് ഭയങ്കര അപരാധമാണ്, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, എനിക്ക് വേണ്ടി ഇത്രയും വലിയ ഹെൽപ്പ് ചെയ്തല്ലോ എന്നുള്ള കാര്യമൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർക്കതൊന്നുമല്ല. അങ്ങനെയാണ് അവർ നിൽക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്, നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉപകാരങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ. എന്നിട്ട് നിങ്ങളോട് ചെയ്തിട്ടുള്ള ചതി ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം അത്. ഓക്കെ, നിങ്ങൾ ഇത് ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ കൂടത്തുള്ള ഒരു ലൈഫ്, നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവര് അവരുടെ കൂടത്തെ ഒരു എന്താ പറയാ ലൈഫിലേക്ക്, അതായത് ഒരു മാരേജ് സിറ്റുവേഷനിലേക്ക് പോകണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം, അതായത് മാരേജ് ലൈഫിലേക്ക് എത്തും എന്നുള്ള ഒരു ഇതൊക്കെ നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഈ പേഴ്സണെ നിങ്ങൾ അത്രത്തോളം സഹായിച്ചിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യലി നിങ്ങൾ കൂടുതൽ സഹായിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ ആ ഒരു ഫിനാൻഷ്യലി ആ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത് നിങ്ങളാണ്. അതൊന്നും അവർക്കറിയില്ല. നിങ്ങൾ എവിടെ നിന്ന് എന്ത് മേടിച്ചെന്നോ നിങ്ങൾ എന്തൊക്കെ ഹെൽപ്പ് ചെയ്തോ അതൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ തേർഡ് പാർട്ടിയുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ ചെറിയൊരു റിയലൈസേഷൻ മാത്രം അവരുടെ മനസ്സിലുണ്ട്, അല്ലാതെ പൂർണ്ണമായിട്ടൊരു ദുഃഖമൊന്നും അവർക്ക് വരുന്നില്ല. ഓക്കെ, ഇത് മനസ്സിലാകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നതാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ പൂർണ്ണമായിട്ടും ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ആരെയും മനസ്സുകൊണ്ട് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. ഇപ്പൊ ആരെയും നിങ്ങൾ ഇപ്പൊ തലയിലെടുത്ത് വെക്കുന്നില്ല, അതാണ് സത്യം. കാര്യം ഇവര് ചെയ്തത് തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഭയങ്കര തിരിച്ചടി കിട്ടിയതുപോലെ, അത്രയും വിശ്വസിച്ച് നിന്നിട്ട് പെട്ടെന്ന് കിട്ടിയിട്ടുള്ള ഒരു അടി. അതുകൊണ്ട് നിങ്ങൾ എന്താ പറയാ, ഇനി ആരെയും വിശ്വസിക്കരുത് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാകാം. ഓക്കെ, ഈ പേഴ്സൺ ഒരു വിചാരമുണ്ട്, പക്ഷെ അവരിപ്പോൾ നിൽക്കുന്നത് അത്രയ്ക്ക് വലിയ വിചാരം അവർക്ക് നിങ്ങളെ കുറിച്ചിട്ട് ഇല്ല. അതാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പം ഈ ഒരു റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.